ഇതാ ഈ വാട്സപ്പ് മെസ്സേജസ് കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് എന്താണെന്നറിയോ, ഓരോ ആംപ്ലിഫയർ ചെയ്യാനുള്ള പാർട്സ്, അതുപോലെ സ്പീക്കർ സിസ്റ്റം ചെയ്യാനും ഇതിനെല്ലാത്തിനുള്ള ഈ സാധനങ്ങൾ ഇവിടെ കിട്ടാനുണ്ടോ, അതുണ്ടെങ്കിൽ ഒന്ന് കൊറിയർ ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു 100-100 ചില മെസ്സേജസ് ഓരോ ദിവസം കൂടുമ്പോഴും ഇങ്ങനെ ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് മുമ്പ് നമ്മൾ ഇതുപോലെ നേരിട്ട് സാധനങ്ങൾ എത്തിച്ചേരാന്നുണ്ട്. ഞാൻ ഇതുപോലെ ഒരു നമ്പറൊക്കെ കൊടുത്തു, അതിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ ചെയ്ത് അതിനകത്ത് ആ നമ്പറിൽ കോണ്ടാക്റ്റിന് 2 ആളെയൊക്കെ ഇരുത്തി ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ നമ്പറിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ നമ്പർ ഒരു കസ്റ്റമർ കെയർ നമ്പറായി മാറി. അതായത് ഈ പ്രശ്നം വരുമ്പോൾ അതെന്ത് ചെയ്യും, ഇന്ന പ്രശ്നത്തിന് എന്ത് ചെയ്യും എന്നുള്ള ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ചോദിക്കുന്ന ഒരു നമ്പറായി മാറി. അങ്ങനെ ലാസ്റ്റ് അത് ഡീൽ ചെയ്തിരുന്നവർക്ക് അത് ഡീൽ ചെയ്യാൻ പറ്റാതെ, അതായത് അവർക്ക് എല്ലാവിധ സംശയങ്ങൾക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല, അവർക്കത് സെയിൽസിന് മാത്രമായിട്ട് ചെയ്തിരുന്ന ഒരു ടീമായിരുന്നു. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ അത്ര പിടിയില്ല. ഈ സാധനങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുക്കാനേ അവർക്ക് പറ്റിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തി വെക്കേണ്ടി വന്നു. ഭയങ്കര പ്രശ്നമായി. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾക്കിപ്പോൾ ഇവിടെ നാട്ടിൽ അവൈലബിൾ സാധനങ്ങൾ, ഞാനിവിടെ ഒരുവിധം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങുന്നതാണ്. ഈ പറയുന്ന ഈ ആംപ്ലിഫയർ ചെയ്യാൻ പറ്റുന്ന 2.1, 5.1, അതുപോലെ സ്പീക്കേഴ്സ്, സബ്വൂഫേഴ്സ്, അങ്ങനത്തെ ഏതാണ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന് പാർട്സ് വേണമെങ്കിൽ അതിൻ്റെ പാർട്സ് ഇവിടെ കിട്ടുന്ന പാർട്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ, അതായത് നിങ്ങൾക്ക് എത്രത്തോളമാണോ ആവശ്യം അതിൻ്റെ ഫുൾ ലിസ്റ്റ് ഇട്ടിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ വാട്സപ്പ് ചെയ്തിട്ട് ഇയാൾ തിരിഞ്ഞു വെക്കുന്നില്ലല്ലോ നിങ്ങൾ ആലോചിക്കും. പക്ഷേ അതല്ല, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് വേണ്ടി പ്രത്യേകം നമ്പർ കൊടുത്തിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോഴും ഇനിയും അങ്ങനെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യും. അതായത് 8943491671 എന്നുള്ള ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഇടുക. ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഇവിടെ ഏതൊക്കെയാണോ ഉള്ളത് അത് ഇവിടെ നോക്കിയിട്ട് ഇതിൻ്റെ പ്രൈസ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരും. അത് നിങ്ങൾക്ക് അപ്രൂവ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ പേ വഴി എനിക്ക് പൈസ അയച്ചു തന്നാൽ ഇവിടുന്ന് സാധനം പാക്ക് ചെയ്ത് ഇവിടുന്ന് ഡയറക്റ്റ് കൊറിയർ ചെയ്യും. അന്ന് ചെയ്ത അതേപോലെ തന്നെ, അന്ന് പക്ഷേ അത് മറ്റുള്ളവരാണ് ചെയ്തിരുന്നത്, ഇത് ഞാൻ നേരിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ റെസ്പോൺസിന് ചെറിയൊരു ഡിലേ ഉണ്ടാവും. ഞാനിവിടെ വർക്ക് ചെയ്യുമ്പോഴോ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴോ ഇപ്പോൾ വരുന്ന കോൾസോ മെസ്സേജസിനോ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഡിലേസ് എന്തായാലും വരും. അപ്പോൾ ഒരു 10-12 മണിക്കൂറിൻ്റെങ്കിലും ഒരു ഡിലേ കണ്ടുകൊണ്ട് മാത്രം മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം. അതല്ലെങ്കിൽ വേറെ വഴിയില്ല, എനിക്ക് അങ്ങനെ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ വേറെ ആളുകൾ, അത്രയും ടെക്നിക്കൽ വശങ്ങൾ അറിയാത്ത ഒരാൾക്ക് ഇത് കൊടുത്തിട്ട് കാര്യമില്ല. അയാൾ എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിക്കില്ലേ. അപ്പോൾ അത് വേറൊരു സമയം പോക്കാവും. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ആ കംപ്ലീറ്റ് ലിസ്റ്റ് പേപ്പറിൽ എഴുതിയിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ വിടുക. അതിന് മിനിമം 12 മണിക്കൂറിനുള്ളിൽ റിപ്ലൈ തരാൻ പറ്റുള്ളൂ, മിനിമം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നും വിചാരിക്കരുത്, സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് അത്രയും ഡിലേ വരുന്നത്. ഇപ്പോൾ ആമ്പ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ബോർഡുകളായിട്ടോ ട്രാൻസ്ഫോമേഴ്സ് ആയിട്ടോ ഏത് ടൈപ്പ് ആയാലും എങ്ങനെ ആണ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരിക, ഫുൾ സ്പെക്കും തരണം. ഒരു 2.1 ചെയ്യാനുള്ള ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഒരു 5.1ൻ്റെ ബോർഡ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര വാട്ട്സ്, എത്ര ഓംസ് സ്പീക്കേഴ്സ് ഡ്രൈവ് ചെയ്യാനുള്ളതാണ്. ഇൻപുട്ടിന് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡീകോഡറാണ് വേണ്ടത്, നിങ്ങൾക്ക് USB മൊഡ്യൂളാണ് വേണ്ടത്, അതല്ല ഇനിയിപ്പോൾ ആക്സസറീസ്, പാനൽ, ക്യാബിനറ്റ്, ഫ്രണ്ട് പാനൽ ആക്രിലിക്കിൽ നിങ്ങൾക്ക് പ്രത്യേകം കസ്റ്റമൈസ്ഡ് ഡിസൈൻ വേണോ, അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് വരാനുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ആളുകളെ കോൺടാക്ട് ചെയ്യാൻ തരാം. അപ്പോൾ ഫുൾ ലിസ്റ്റ് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. ഇതുവരെ റിപ്ലൈ കിട്ടാത്തവർ ഒന്നുകൂടെ റിമൈൻഡർ എന്ന നിലക്ക് വീണ്ടും പാർട്സ് എൻക്വയറി എന്നോ മറ്റോ എഴുതിയിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. മാക്സിമം വോയിസ് ഒഴിവാക്കുക, ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. അതാകുമ്പോൾ നോട്ടിഫിക്കേഷൻ തന്നെ കാണും, പെട്ടെന്ന് റിപ്ലൈ തരാൻ പറ്റും. വോയിസ് ആകുമ്പോൾ കേൾക്കാനുള്ള സമയം ഞാൻ കൊടുക്കണം. അപ്പോൾ താല്പര്യമുള്ളവർ ലിസ്റ്റ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുക.